ശുദ്ധജലക്ഷാമം രൂക്ഷമായ എറണാകുളം ഇടക്കൊച്ചി മേഖലയിൽ കുടിവെള്ള പൈപ്പ് ലൈൻ പൊട്ടി വെള്ളം പാഴാകുന്നത് പതിവാകുന്നു. രണ്ടാഴ്ചയ്ക്കിടെ മൂന്നാം തവണയാണ് അധികൃതരുടെ അനാസ്ഥ മൂലം കുടിവെള്ളം നഷ്ടമാകുന്നത്. പ്രശ്നപരിഹാരത്തിന് ഇടപെടൽ ഉണ്ടാകുന്നില്ല എന്നാണ് ഉയരുന്ന ആക്ഷേപം. വേനലിലും മഴയിലും കുടിവെള്ളമെന്നത് കിട്ടാക്കനിയാകുമ്പോഴാണ് പെരുമ്പടപ്പ് ഭാഗത്തു നിന്നുള്ള ഈ കാഴ്ച. ഒരാഴ്ചയിലേറെയായി റോഡിന് താഴെ നിന്ന് പൈപ്പ് പൊട്ടി വെള്ളം ഒഴുകാൻ തുടങ്ങിയിട്ട്. എന്നാൽ വാട്ടർ അതോറിറ്റിയോ തദ്ദേശ ഭരണകർത്താക്കളോ കണ്ട ഭാവമില്ല. നിരവധി തവണ പൈപ്പ് പൊട്ടിയിട്ടും ശാശ്വത പരിഹാരമുണ്ടാകാത്തത് ഉദ്യോഗസ്ഥരുടെ അലംഭാവം മൂലമാണെന്നാണ് ആക്ഷേപം. ലോറിയർ പൊട്ടിയിട്ട് പിന്നെ ഇതുവരെക്കും ഉദ്യോഗസ്ഥന്മാര് തിരിഞ്ഞു നോക്കിയല്ല. തിരുവനന്തപുരത്ത് കംപ്ലൈന്റ് അറിയിച്ച് ഏക്ക് ഫോട്ടോ അയച്ചു കൊടുത്തു. എന്നിട്ട് അവര് ഇതുവരെ ഒരു റിപ്ലൈ വന്നിട്ടില്ല. അതിന് മാത്രം വെള്ളം ഒരു പാഴായി പോകും. ഉദ്യോഗസ്ഥർ ഉണ്ടായില്ല. അവര് കോൺട്രാക്ടർമാർ മാത്രം ചെയ്തിട്ട് പോയതാണ്. വാൽവ് റോഡിന്റെ സൈഡില് ലോറി ആകുമ്പോൾ തന്നെ പൊട്ടണ രീതിയിലാണ് വാൽവ് വെച്ചേക്കുന്നത്. കഴിഞ്ഞ രണ്ടാഴ്ചക്കിടെ മൂന്നാം തവണയാണ് ഇടക്കൊച്ചി മേഖലയിൽ പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നത്. കഴിഞ്ഞ വേനൽക്കാലത്തും കുടിവെള്ള പ്രശ്നം വലിയ പ്രതിസന്ധിയായ മേഖലയിലാണ് ഇപ്പോൾ പൈപ്പ് പൊട്ടുന്നത് പതിവായിരിക്കുന്നത്. ഭാരവണ്ടികൾ പോകുമ്പോൾ ഉണ്ടാകുന്ന മർദ്ദമാണ് പ്രശ്നത്തിന് കാരണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. ജലവിഭവ വകുപ്പിൽ നിന്നുള്ളവർ അടിയന്തരമായി ഇടപെടണമെന്നാണ് ഉയരുന്ന ആവശ്യം. 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.